നിങ്ങളുടെ സയൻസ് എടുത്ത് പഠിച്ചിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനായിക്കോട്ടെ, കസിൻസിനായിക്കോട്ടെ, അല്ലെങ്കിൽ റിലേറ്റീവ്സിനായിക്കോട്ടെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക. കാരണം അവർക്ക് ഇതേകൊണ്ട് ഏറ്റവും യൂസ്ഫുൾ ആവാൻ പോകുന്നത് ഈ വീഡിയോ ആയിരിക്കും. സോ ഉടനെ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ ഇപ്പോൾ തന്നെ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദ ഫാർമസി ബൈ റോഷ്നി. അപ്പോൾ കുറച്ച് ഗ്യാപ്പിന് ശേഷം നമ്മൾ പിന്നെയും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. യെസ്, കുറച്ച് തിരക്കുകൾ കാരണമാണ് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റാത്ത. ഐ എം റിയലി സോറി. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അല്ല. ഐ എം റിയലി സോറി. കാരണം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സയൻസ് പാസ് ഔട്ട് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ കംപ്ലീറ്റ്ലി ഒരു കരിയർ ഗൈഡൻസ് പോലുള്ള ഒരു വീഡിയോ ചെയ്യണമെന്ന് കുറച്ച് ദിവസമായിട്ട് ഞാൻ വിചാരിക്കുന്നു. ഒരുപാട് പേർക്ക് ഇനി ഏത് കോഴ്സാണ് പഠിക്കേണ്ടത്, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടാവും. അല്ലെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് ആയിരിക്കും ഉണ്ടാവും. അതിൽ ഏതാണ് ചൂസ് ചെയ്യേണ്ടതെന്നുള്ള സംശയം ഉണ്ടാവും. അപ്പോൾ അതിനുള്ളൊരു ആൻസറാണ്, അല്ലെങ്കിൽ അതിനുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു സൊല്യൂഷനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ തരുന്നത്. എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളതിൻ്റെ എക്സാക്റ്റ് ആയിട്ടുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്നും കിട്ടുന്നതാണ്. സോ അങ്ങനെ നിങ്ങൾക്ക് അതിനുള്ള ആൻസറും കിട്ടുന്നതാണ്. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങളോട് എനിക്ക് ഫസ്റ്റ് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺഗ്രാജുലേഷൻസ്. കാരണം നിങ്ങളത് നേടിയെടുത്തിരിക്കുകയാണ്. സോ യു ഡിഡ് ഇറ്റ് അല്ലേ? കാരണം 12th എന്നൊക്കെ പറയുന്നത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൈൽ സ്റ്റോൺ ആണ് നമ്മുടെ ലൈഫിൽ. നിങ്ങളുടെ ഹാർഡ് വർക്കിൻ്റെ ഒരു റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. അതിനുവേണ്ടി എല്ലാവർക്കും കൺഗ്രാറ്റ്സ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഏതൊരു കോഴ്സ് ആയിക്കോട്ടെ, ഇപ്പോൾ സയൻസ് സ്റ്റുഡൻസ് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് സ്റ്റുഡൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ കോമേഴ്സ് ആയിക്കോട്ടെ, നിങ്ങൾ ഏത് പഠിച്ചൊരു സ്റ്റുഡൻ്റ് ആണെങ്കിലും നിങ്ങൾക്ക് ഇനിയുള്ള ഒരു കുറച്ച് കാലഘട്ടം അല്ലെങ്കിൽ കോളേജിൽ നിങ്ങൾ ചൂസ് ചെയ്യുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫ് ഡിസൈഡ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ അനാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്തൊരു ഏരിയ പഠിക്കുന്നതിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ടോപ്പിക് ഏതാണ്, അല്ലെങ്കിൽ കരിയർ കുറച്ചും കൂടെ ബിൽഡപ്പ് ചെയ്യാനായിട്ട് കുറച്ചും കൂടെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ളൊരു കോഴ്സ് ഏതാണ് എന്നുള്ളത് നോക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നിങ്ങൾക്ക് നല്ലത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ മുൻപിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങളൊരു സയൻസ് സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഷ്യൻ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആണുള്ളത്. ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ആണ്. മെഡിക്കൽ, പാരാമെഡിക്കൽ, അതുപോലെ തന്നെ ഡിഫൻസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് നിങ്ങൾക്ക് മുൻപിലുള്ളത്. അതുപോലെ സോഫ്റ്റ്വെയർ ഫീൽഡുണ്ട്, കമ്പ്യൂട്ടർ സയൻസ് ആയിട്ടുള്ള കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക്. അതുപോലെ നിങ്ങൾക്ക് മറ്റ് ചില കോർപ്പറേറ്റ് ജോബ്സ് ആണ് താല്പര്യം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കോഴ്സുകൾ വേറെ ഉണ്ട്. അതുപോലെ ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ആണ് നിങ്ങൾക്കുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ കോമേഴ്സ് കഴിഞ്ഞിട്ടുള്ള കുട്ടികളാണെങ്കിലും അവർക്കും ഒരുപാട് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ജോബ്സ് ഒക്കെ ഇപ്പോൾ പുതിയൊരു രീതിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷം കഴിയുമ്പോഴും സയൻസ് പോലെ തന്നെ ഡിമാൻഡ് ആയിട്ട് വരുന്ന ഒരു കോഴ്സ് തന്നെയാണ് കോമേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഫുൾ സയൻസ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. കാരണം നമ്മുടെ ചാനലിൽ നിങ്ങൾ മുമ്പ് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി പറയുന്നുണ്ട് സയൻസ് സ്റ്റുഡൻസിനും അതുപോലെ പാരാമെഡിക്കൽ സ്റ്റുഡൻസിനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റഫാണ് നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന്. അതുകൊണ്ട് തന്നെ സയൻസ് ആണ് എൻ്റെ ഒരു ഏരിയ എന്ന് പറയുന്നത്. അതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടെ കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത് സയൻസ് സ്റ്റുഡൻസിന് തന്നെ ആയിരിക്കും. അപ്പോൾ ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെഡിക്കൽ ആൻഡ് പാരാമെഡിക്കൽ കോഴ്സസ് എടുക്കുന്നതിൻ്റെ ഒരു ഗുണം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ മെയിനായിട്ട് സയൻസ് അല്ലെങ്കിൽ ബയോളജി സയൻസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മെഡിക്കൽ അല്ലെങ്കിൽ പാരാമെഡിക്കൽ എന്ന് പറയുന്ന രണ്ട് ഓപ്ഷൻ ആയിരിക്കും ആദ്യം തന്നെ ചിന്തിക്കുന്ന ഒരു രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത്. അതിപ്പോൾ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ. എല്ലാവർക്കും MBBS എടുക്കണം എന്നുള്ളൊരു താല്പര്യം ഉണ്ടാവില്ല. പലർക്കും ഡോക്ടറിനോടുള്ള താല്പര്യം കാരണം പലരും എൻട്രൻസ് കോച്ചിങ്ങിന് പോകാനായിട്ട് താല്പര്യപ്പെടുന്നവരായിരിക്കും. പക്ഷേ പലർക്കും അത് വേണ്ട, എനിക്ക് MBBS ഒന്നും വേണ്ട, എനിക്ക് കുറച്ച് സമാധാനമായിട്ടുള്ള ലൈഫ് മതി, പാരാമെഡിക്കൽ മതി എന്നുള്ള ആളുകൾ കുറേ പേരുണ്ടാവും. പാരാമെഡിക്കലിൽ തന്നെ പിന്നീട് എല്ലാവരും പോകാൻ സാധ്യതയുള്ള കോഴ്സാണ് BSc നഴ്സിംഗ് എന്ന് പറയുന്നത്. BSc നഴ്സിംഗ് ഈസ് എ വെരി വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി ആണ് നമുക്ക് തരാനായിട്ട് പോകുന്നത്. കാരണം ഓൾമോസ്റ്റ് ഇന്ത്യയിലാണെങ്കിലും അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്താണെങ്കിലും ഒരു നേഴ്സിൻ്റെ ഒരു വാല്യൂ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. കാരണം ഏതൊരു ഹോസ്പിറ്റലാണെങ്കിലും ഒരു നേഴ്സ് ഇല്ലാതെ നമുക്ക് റൺ ചെയ്യാനായിട്ട് പറ്റില്ല. എന്ന് വെച്ചാൽ ബാക്കിയുള്ളവരൊന്നും വേണ്ട അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല, പക്ഷേ നേഴ്സിൻ്റെ വാല്യൂ എന്ന് പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ പറയുന്നത്. അപ്പം നേഴ്സസ് എന്ന് പറയുമ്പോൾ വളരെ വാല്യൂ ഉള്ളൊരു കാര്യമാണ് ഈ ഹോസ്പിറ്റൽ ഫീൽഡിലുള്ളത്. അതുകൊണ്ട് തന്നെ BSc നഴ്സിംഗ് വളരെ നല്ലൊരു കോഴ്സ് ആയിട്ടാണ് എനിക്ക് പറയാനുള്ളത്. കാരണം വളരെ നല്ലൊരു ജോബ് ഓപ്പർച്യൂണിറ്റി ആണ് നിങ്ങൾക്ക് BSc നഴ്സിംഗ് അല്ലെങ്കിൽ നഴ്സിംഗ് കോഴ്സ് കൊണ്ട് നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നത്. അപ്പോൾ നഴ്സിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആ ഒരു കോഴ്സിനോട് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നഴ്സിംഗ് നല്ലൊരു രീതിയിലുള്ളൊരു കോഴ്സാണ്. നഴ്സിംഗിൽ നമ്മൾ കോമൺ ആയിട്ട് അപ്ലൈ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LBSലൂടെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇതിന് ഒരുപാട് എൻട്രൻസ് ടെസ്റ്റുകളും നടത്തുന്നുണ്ട്. അപ്പോൾ വരുന്ന കാലഘട്ടങ്ങളിലൊക്കെ ഇനിയിപ്പോൾ അത് നീറ്റിൻ്റെ കീഴിലാക്കാൻ പോവുകയാണെന്നുള്ള ന്യൂസസ് ഒക്കെ വന്നിട്ടുണ്ട്. അതും 100% കൺഫേം അല്ല. സോ ഇപ്പോൾ നമുക്ക് നീറ്റിന് വേണ്ടിയിട്ട്
എഴുതണം എന്നുള്ള മാനദണ്ഡമൊന്നുമില്ല. പക്ഷേ മിലിറ്ററി നഴ്സിംഗ് ഒക്കെയാണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നീറ്റ് എക്സാമിന് അപ്പിയർ ചെയ്യണം എന്നുള്ള കാര്യമാണ്. അപ്പോൾ നീറ്റൊക്കെ ഓൾറെഡി കഴിഞ്ഞു. അപ്പോൾ ഒരുപാട് പേര് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും, ഒരുപാട് പേര് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവില്ല. അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നല്ല രീതിയിലാണ് അറ്റൻഡ് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഈ ഒരു നഴ്സിങ്ങിൻ്റെ ഒരു കാര്യം കൂടി നിങ്ങളൊന്ന് കൺസിഡർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ആൻഡ് അറ്റൻഡ് ചെയ്തിട്ടില്ല എന്നുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ഇനി LBSൻ്റെ കാര്യങ്ങളും അല്ലെങ്കിൽ അഡ്മിഷൻ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അത് നിങ്ങൾ ശ്രദ്ധിച്ച് ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കാം. ആൻഡ് നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരാമെഡിക്കലിൽ വരുന്ന മറ്റ് കോഴ്സുകളാണ്. ലൈക്ക് നഴ്സിംഗ് എന്ന് പറയുമ്പോൾ പാരാമെഡിക്കൽ ആണെങ്കിൽ പോലും നഴ്സിങ്ങിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ഡിഫറെൻ്റ് ആണ്. മറ്റുള്ള പാരാമെഡിക്കൽ കോഴ്സസ് എന്ന് പറയുമ്പോൾ BPharm, അതുപോലെ തന്നെ ഒപ്റ്റോമെട്രി, റേഡിയോളജി, അങ്ങനെ ഒരുപാട് കോഴ്സസ് ആണുള്ളത്. അപ്പോൾ ഇതെല്ലാം വളരെ 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 സ്കോപ്പുള്ള അല്ലെങ്കിൽ വളരെ നമുക്കൊരു ജോബ് സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ജോബ് സെക്യൂരിറ്റി തരുന്ന ഒരു കോഴ്സുകളാണ്. അപ്പോൾ ഈ കോഴ്സുകളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും വെറുതെ വീട്ടിലിരിക്കേണ്ടി വരില്ല. അല്ലെങ്കിൽ ജോബിന് വേണ്ടിയിട്ട് ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് ഓരോ ഓഫീസും കയറി ഇറങ്ങി ബുദ്ധിമുട്ടിയിട്ട് അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ പഠിച്ചിറങ്ങി സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ജോബ്സ് കിട്ടുന്നതാണ്. അപ്പോൾ ഇതിന് തന്നെ നമുക്ക് ഡിഗ്രിയും എടുക്കാം, ഡിപ്ലോമ എടുക്കാം. അപ്പോൾ അത് അവരവരുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ച് സമയം കൊണ്ട് വേഗം നിങ്ങൾക്കൊരു കോഴ്സ് പഠിച്ചിട്ട് വേഗം ഒരു ജോലിയാണ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിപ്ലോമ എടുക്കാം. അല്ല, നിങ്ങൾക്ക് പഠിക്കുന്നത് കുറച്ചും കൂടെ സയൻറ്റിഫിക് ആയിട്ട് ആ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ പഠിക്കണം എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രി തന്നെ എടുക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഡിഗ്രി എടുക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം ഓരോ ദിവസം മാറി കഴിയുമ്പോഴും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ മാറി വരുന്നുണ്ട്. നമ്മുടെ സിസ്റ്റംസ് എല്ലാം കംപ്ലീറ്റ്ലി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ ദിവസം കഴിയുമ്പോഴും എല്ലാവരുടെയും ആവശ്യങ്ങൾ കൂടുകയും അതുപോലെ തന്നെ അതിനനുസരിച്ചുള്ള സോഴ്സസ് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റി ഒക്കെ നമ്മൾ അറ്റൻഡ് ചെയ്യുക അല്ലെങ്കിൽ പഠിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ കുറച്ച് വർഷങ്ങൾ മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് പഠിക്കാനുള്ളൊരു അവസരം കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ പഠിക്കുന്ന സമയത്ത് തീർച്ചയായും ഒരു ഡിഗ്രി തന്നെ നിങ്ങൾ എടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഡിപ്ലോമ എടുക്കണം എന്നുള്ളവരാണെങ്കിൽ അങ്ങനെ എടുത്തോളൂ. നിങ്ങൾക്കത് മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അതന്നെ എടുത്താൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. അപ്പോൾ നഴ്സിംഗ് അല്ലാതെ അടുത്ത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഫാർമസി, യെസ്, മൈ ഫീൽഡ്. എനിക്ക് അറിയാവുന്ന ഏറ്റവും കൂടുതൽ നന്നായി അറിയാവുന്ന ഒരു ഫീൽഡാണ് ഈ ഫാർമസി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് ഇതൊക്കെ കൂടുതലായിട്ട് മനസ്സിലാവുന്നതാണ്. നമ്മുടെ ചാനൽ എന്ന് പറയുന്നത് ദ ഫാർമസി ബൈ റോഷ്നിയാണ്. അപ്പോൾ എൻറ്റയർലി ഫാർമസി ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ BPharm എന്ന് പറയുന്ന കോഴ്സിന് തീർച്ചയായിട്ടും വാല്യൂ ഉണ്ട് എന്നേ ഞാൻ പറയുള്ളൂ. കാരണം എൻ്റെ ഒരു ഫീൽഡ് എന്ന് പറയുന്നത് ഫാർമസി ആയതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചും കൂടെ അഷ്വറൻസ് ആയിട്ടുള്ള ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ ഫാർമസി കോഴ്സിനെ കുറിച്ച് പറയാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ പ്രീവിയസ്ലി ഞാൻ ഒരുപാട് വീഡിയോസ് BPharmനെ കുറിച്ചും DPharmനെ കുറിച്ചും PharmDനെ കുറിച്ചും അതുപോലെ ഫാർമസിയുടെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളെ കുറിച്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിലെ ബാക്കിയുള്ള വീഡിയോസ് നിങ്ങൾക്ക് വളരെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്ക് പറയാൻ സാധിക്കും. സോ അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ കൂടുതലായിട്ടും ഫാർമസി അല്ലെങ്കിൽ ആ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള കാര്യത്തിനെ കുറിച്ച് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം ഫാർമസി കോഴ്സിനെ കുറിച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വീഡിയോ തന്നെ പറ്റില്ല. കാരണം അത്രയും കാര്യങ്ങൾ അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മറ്റ് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് കണ്ട് നോക്കുക. ആൻഡ് ഫാർമസി കോഴ്സിനെ കുറിച്ച് നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എല്ലാവിടെയും ഫാർമസി ഷോപ്പുകളാണ്, മെഡിക്കൽ ഷോപ്പുകളാണ്. നമ്മുടെ വീട്ടിൽ തന്നെ എത്ര പേരാണ് ഷുഗറിനും അതുപോലെ തന്നെ കൊളസ്ട്രോളിനും അതുപോലെ ബ്ലഡ് പ്രഷറിനും ഒക്കെ മരുന്ന് കഴിക്കുന്നത്. അപ്പോൾ നമ്മുടെ കാര്യങ്ങൾക്ക് നമുക്കറിയാം മരുന്ന് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഫാർമസിസ്റ്റിൻ്റെ വാല്യൂ വളരെ വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ PCIയും ഇപ്പോൾ തന്നെ ഡിപ്ലോമയുടെ കാര്യങ്ങളിലൊക്കെ ഒരുപാട് റെഗുലേഷൻസ് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു PCIയുടെ കീഴിൽ അല്ലെങ്കിൽ നല്ലൊരു അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു കോളേജിൽ നമ്മൾ ഡിപ്ലോമ കഴിഞ്ഞാൽ തന്നെ നല്ല രീതിയിലുള്ള വാല്യൂ ആണ് നമുക്ക് ഫാർമസി കോഴ്സുകളുടെ കാര്യങ്ങളിൽ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും പേടിക്കാതെ എടുക്കാവുന്ന ഒരു കോഴ്സ് തന്നെയാണ് BPharm എന്ന് പറയുന്നത് അല്ലെങ്കിൽ DPharm എന്ന് പറയുന്ന കോഴ്സ്. സോ അതങ്ങനെയാണ്. ആൻഡ് ഇതല്ലാതെ ഒരുപാട് കോഴ്സസ് ആണ് നമുക്ക് പാരാമെഡിക്കൽ കോഴ്സസ് എന്ന് പറഞ്ഞു വരുന്നത്. അതിൽ തന്നെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാച്ചിലർ ഇൻ ഒപ്റ്റോമെട്രി, ബാച്ചിലർ ഇൻ ഫിസിയോതെറാപ്പി, ബാച്ചിലർ ഇൻ റേഡിയോളജി, അതുപോലെ തന്നെ ബാച്ചിലർ ഇൻ ഒക്യുപേഷണൽ തെറാപ്പി പോലുള്ള ഒരുപാട് കോഴ്സസ് നിങ്ങളിതിന് കൂടുതലായിട്ടും ഫോളോ ചെയ്യേണ്ട ഒരു വെബ്സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LBS സെൻറ്റർ എന്ന് പറയുന്ന വെബ്സൈറ്റാണ്. നിങ്ങൾ ഗൂഗിളിൽ പോയി നോക്കിയാൽ മതി, ഞാൻ താഴെ കൊടുത്തേക്കാം. ആ ഒരു വെബ്സൈറ്റ് നിങ്ങൾ വിസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് കേരളത്തിൽ നടക്കുന്ന കംപ്ലീറ്റ് ആയിട്ടുള്ള ഗവൺമെൻറ് അതുപോലെ തന്നെ പ്രൈവറ്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ള പാരാമെഡിക്കൽ ഡിഗ്രി പഠിക്കാൻ പറ്റുന്ന കോളേജസിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് ഒക്കെ അതിലൂടെ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒരിക്കലും സമയം വേസ്റ്റ് ചെയ്യാതെ ചെയ്യുക. കാരണം എന്തായാലും അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് ഒക്കെ വേഗം നടക്കുന്നതാണ്. ആദ്യം വരാൻ പോകുന്നത് പാരാമെഡിക്കൽ ഡിഗ്രിയുടെ ആപ്ലിക്കേഷൻസ് ആയിരിക്കും. അത് നിങ്ങൾ കാര്യമായിട്ട് ചെയ്യുക. ആൻഡ് പാരാമെഡിക്കൽ ഡിപ്ലോമയുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഡിലേ ആയിട്ടാണ് നടക്കുന്നത്. അപ്പോൾ കുറച്ച് സമയം എടുക്കും, കുറച്ചൊരു 4 മാസമെങ്കിലും ആവും അതിൻ്റെ അഡ്മിഷൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് മൂവ് ഓൺ ആവാനായിട്ട്. അപ്പോൾ ഡിപ്ലോമ എന്ന് പറയുന്നത് എപ്പോഴും ഡിഗ്രിയുടെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് ഒക്കെ കഴിഞ്ഞ് ഫസ്റ്റ് അലോട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ
കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടായിരിക്കും ഡിപ്ലോമയുടെ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡിപ്ലോമ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ പേഷ്യൻ്റ് ആയിട്ട് വെയിറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ പ്രൈവറ്റ് ആയിട്ടുള്ള കോളേജസ് ഒക്കെ ഏതാണെന്നുള്ളത് അപ്രൂവ് ചെയ്തിട്ടുള്ള കോളേജസിൽ വിളിച്ച് നിങ്ങൾ അന്വേഷിക്കുക, എങ്ങനെയാണ് അവിടുത്തെ അഡ്മിഷൻ പ്രൊസീജിയർ. നേരത്തെ തന്നെ നമ്മൾ വിളിച്ച് ബുക്ക് ചെയ്തിടണോ അതോ നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കുക. ആൻഡ് പാരാമെഡിക്കൽ കോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് സംശയപ്പെട്ട് നിൽക്കേണ്ട കാര്യമില്ല. കാരണം അത്രയും നല്ല രീതിയിലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസും അതുപോലെ തന്നെ നമുക്ക് സേഫ് ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ കിട്ടാനായിട്ടും സഹായിക്കുന്ന ഒരു ജോബ് തന്നെയാണ്. ടെൻഷനും സ്ട്രെസ്സും ഒക്കെ എല്ലാ ജോബിലും ഉണ്ടാവും. പക്ഷേ നമുക്ക് ഒരു പാരാമെഡിക്കൽ ഫീൽഡിൽ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജോബിനുപരി നമ്മളൊരു സർവീസാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എത്ര ടെൻഷൻ അനുഭവിക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ ചെയ്യുന്ന സർവീസിനെ ആലോചിച്ച് നമുക്ക് ഒരു മെൻ്റൽ പീസും ഹാർമണിയും ഒക്കെ കിട്ടും. അതേസമയം നിങ്ങൾക്ക് കുറച്ചും കൂടെ അഡ്വഞ്ചറസ് ആയിട്ട് കുറച്ചും കൂടെ വലിയ രീതിയിൽ കുറച്ച് മണിയൊക്കെ കൂടുതൽ കിട്ടണം അങ്ങനെയാണെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ള കോഴ്സസ് ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മുടെ കേരളത്തിൽ അറിയാമല്ലോ, പാരാമെഡിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ PSC അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ എഴുതിയെടുത്താൽ മാത്രമേ കുറച്ച് നല്ല സാലറി കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമുക്കിപ്പം B.Pharm ഒക്കെ കഴിഞ്ഞ ആളാണെന്നുണ്ടെങ്കിൽ ഒരു മെഡിക്കൽ സ്റ്റോറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മെഡിക്കൽ സ്റ്റോറൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പുരോഗമിക്കുകയാണ്, മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് നല്ലൊരു ബിസിനസ് മോട്ടീവായിട്ട് കാശൊക്കെ കിട്ടും. അതല്ലാതെ നമുക്കൊരു പാരാമെഡിക്കൽ കോഴ്സസ് പഠിച്ചിട്ട് നല്ല രീതിയിൽ കാശുണ്ടാക്കണം എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്നിട്ട് കാര്യമില്ല, പുറത്ത് പോകേണ്ടി വരും. അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് മാത്രം നിങ്ങളൊരു പാരാമെഡിക്കൽ കോഴ്സസ് എടുക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങൾക്ക് മെഡിക്കൽ അല്ലെങ്കിൽ പാരാമെഡിക്കൽ കോഴ്സസിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി തരിക എന്നുള്ളതാണ്. അപ്പോൾ ഒരുവിധം ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു പാരാമെഡിക്കൽ അല്ലെങ്കിൽ മെഡിക്കൽ എന്ന് പറയുന്ന കോഴ്സസ് ഈ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റുന്നത്. സോ നഴ്സിങ്ങിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ബാക്കിയുള്ള കോഴ്സസ് ആണെങ്കിൽ നിങ്ങൾക്ക് LBS വഴി നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ കേരളത്തിന് പുറത്ത് പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ എപ്പോഴും യൂണിവേഴ്സിറ്റിയുടെ അപ്രൂവൽ നിങ്ങൾ മെയിനായിട്ട് ചെക്ക് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ഒരുപാട് പേര് നഴ്സിങ്ങിനൊക്കെ ബാംഗ്ലൂരും അതുപോലെ വേറെ കുറേ സ്ഥലങ്ങളിൽ പോയി പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ കോളേജസിൻ്റെ അപ്രൂവൽ എങ്ങനെയാണ്, ഫീസ് സ്ട്രക്ചറൊക്കെ എങ്ങനെയാണ്, ഇതിൻ്റെ ഏജൻസി ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിയിട്ട് മാത്രം നിങ്ങൾ ഇതിലൊക്കെ പോയിട്ട് അഡ്മിഷൻ എടുക്കാനായിട്ട് നോക്കുക. അതുപോലെ നേരിട്ട് പോയി കണ്ടിട്ടൊക്കെ അഡ്മിഷൻ എടുക്കുക. കാരണം എല്ലാവരുടെയും നിങ്ങളൊന്ന് എല്ലാം ഒന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രം നിങ്ങൾ ഇതിലൊക്കെ പോയിട്ട് കാശിടുക. അല്ലെങ്കിൽ നിങ്ങളുടെ കാശൊക്കെ വേസ്റ്റായി പോകും. അങ്ങനെ ഒരുപാട് കേസസൊക്കെ കഴിഞ്ഞ വർഷവും അതുപോലെ തന്നെ എല്ലാ വർഷവും റിപ്പോർട്ട് ചെയ്യുന്നതാണ്. എങ്കിലും കുട്ടികളൊക്കെ പോയിട്ട് ഇതിൽ പോയിട്ട് ഫീസ് കൊടുത്തിട്ട് പെടാറുണ്ട്. അപ്പോൾ അതൊന്നും നിങ്ങൾ ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഏതൊരു തീരുമാനം എടുക്കുകയാണെങ്കിലും ഉറച്ച രീതിയിലുള്ള തീരുമാനം എടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. സോ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതാണ്. ഇനി അങ്ങോട്ട് നിങ്ങൾ വീഡിയോസ് മാത്രം പ്രതീക്ഷിച്ചാൽ മതി. സ്ഥിരമായിട്ട് ഇനിയുള്ള വീഡിയോസ് ഉണ്ടാവും. നമുക്ക് ഏത് ക്ലാസ്സസ് ആണ് വേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ബാക്കിയുള്ള ഫാർമസി സ്റ്റുഡൻസ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ കസിൻസിനായിക്കോട്ടെ, റിലേറ്റീവ്സിനായിക്കോട്ടെ, ഫ്രണ്ട്സിനായിക്കോട്ടെ, 12th കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം അവർക്കിത് നല്ല രീതിയിൽ യൂസ്ഫുൾ ആവുന്ന വീഡിയോ ആണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെയ്ക്കും ബൈ.